മോർണിംഗ് പ്രൈസ് എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഓട്ടക്കളത്തിൽ ഒരുപാട് പേര് ഓടുന്നുണ്ടെങ്കിലും ഒരാൾക്ക് മാത്രമേ പ്രൈസ് കിട്ടുകയുള്ളൂ അല്ലേ? ഫസ്റ്റ് പ്രൈസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന തരത്തിലുള്ള ഓട്ടമായിരിക്കണം നമ്മൾ ഓടുന്ന. പിതാവ് പറയുന്നു, നമ്മളോട് പറയുന്നു, ദൈവം യേശുക്രിസ്തു നമ്മളോട് പറയുന്നു. അല്ലെങ്കിൽ നമ്മൾ വീണു പോകും അല്ലേ? നമുക്ക് നഷ്ടപ്പെട്ടു പോകാനുള്ള ജീവിതം ഇല്ല. നമ്മളുടെ സാൽവേഷൻ ഫിയറിനോടും ട്രംബ്ലിങ്ങോടും വർക്കൗട്ട് ചെയ്യണം ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയല്ല എങ്കിൽ അല്ലേ, നമ്മളായിട്ട് തന്നെ നമ്മുടെ ജഡത്തിൻ്റെ സ്വഭാവത്തിനും പിശാചിനും നമ്മളെ തന്നെ സ്ലേവുകളാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, നമ്മുടെ അറിവില്ലാഴികയുണ്ട് അല്ല, നമ്മുടെ ഇഷ്ടം കൊണ്ട്, അങ്ങനെ പല കാര്യം കൊണ്ട് അങ്ങനെയാണെങ്കിൽ വീണു പോയും. നമ്മളിപ്പോൾ വീണ് കളയുന്നതിന് വേണ്ടിയല്ല, വീണ് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നതിന് വേണ്ടിയല്ല അല്ല ക്രോസ് ഓഫ് കാൽവറി നമുക്ക് വേണ്ടി യേശു ക്രിസ്തു മരിച്ചത് അല്ലെ, പാവമായി തീർന്നു, നമുക്ക് വേണ്ടി പൂവറായി തീർന്നു. അപ്പം അതെപ്പോഴും മനസ്സിലാക്കുക, നമുക്ക് നേടണം, നമുക്ക് ജീവിതം നേടിയേ പറ്റത്തുള്ളൂ. നമുക്ക് നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ല ജീവിതം. അപ്പം അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം. കർത്താവ് സമയത്തിന് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഞങ്ങളുടെ വചനത്തിന് നന്ദി പറയുന്നു. വചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ ഞങ്ങൾ. കർത്താവിലോട്ട് മാറ്റി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജീവിതമുള്ളൂ, പക്ഷെ അത് നഷ്ടപ്പെടുത്തി കളയാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ. അങ്ങയുടെ വഴി കൂടെ നടന്നുകൊണ്ട്, അങ്ങനെ സ്നേഹിച്ചുകൊണ്ട്, അങ്ങക്ക് അങ്ങ് പറയുന്ന കേട്ടുകൊണ്ട് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നെന്ന് അപേക്ഷിക്കും. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രൈസ് ആൻഡ് വർഷിപ്പ് മാസ്റ്റർ. യേശുവിന്റെ നാമത്തിന് ആമേൻ. അപ്പോൾ നമുക്കിന്ന് ഒന്നാമത്തെ കൊരിന്ത്യർ എഴുതിയ ലേഖനത്തിലേക്ക് പോകാം. ഒന്നാമത്തെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക്, ഒന്നാമത്തെ കൊരിന്ത്യർക്ക് എഴുതിയല്ല, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ ഒന്നാമത്തെ ലേഖനം അല്ലെ, അതിലേക്ക് പോകാം. അതിന്റെ 9ാമത്തെ ചാപ്റ്ററിന്റെ 24 തൊട്ട് 27 വരെയുള്ള വാക്കുകളൊന്ന് വായിക്കാം. പിന്നെ 10ാമത്തെ ചാപ്റ്ററിലേക്ക് പോയിട്ട് 1 തൊട്ട് 13 വരെയുള്ള വാക്കുകളൊന്ന് വായിക്കാം. അപ്പൊ അതിങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ആദ്യം 9ാമത്തെ ചാപ്റ്ററിന്റെ 24 തൊട്ട് 27 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും, ഒരു പ്രാവശ്യം കൊണ്ട് ഒന്ന് ക്ലാരിഫൈ പറയുവാണ്. ഞാനത് പറഞ്ഞത് ശരിയായോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ക്ലാരിഫൈ ചെയ്ത് പറയുക. ഒന്നാമത്തെ കൊരിന്ത്യന്റെ 9ന്റെ 24 തൊട്ട് 27 വരെയുള്ള വാക്കുകൾ, ഒന്നാമത്തെ കൊരിന്ത്യന്റെ 10ാമത്തെ ചാപ്റ്ററിന്റെ 1 തൊട്ട് 13 വരെയുള്ള വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ ബിരുദം പ്രാപിച്ചിരിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടും. അംഗം പൊരുതുന്നവർ ഒക്കെയും സകലത്തിനും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടത് തന്നെ. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്. ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ചു അടിമയാക്കിയത്ര ചെയ്യുന്നു. അപ്പൊ പോള് നമുക്കറിയാം അത്രേ ഒരു മൈറ്റി മാൻ ഓഫ് ഗോഡ് ആയിരുന്നു. അപ്പൊ എന്താ പറയാ, പോളിന്റെ കർച്ചീഫ് കൊണ്ടുവരെ ആൾക്കാർ സുഖപ്പെട്ടിരുന്ന കാലം അല്ലെ, അങ്ങനെ ഉണ്ടായിരുന്ന സമയമുണ്ട്. അപ്പൊ അങ്ങനെയാകുമ്പോൾ അത്രയും ദൈവത്തിന് വേണ്ടി സ്വന്തം ജീവനെ കൊടുത്ത വ്യക്തി ഇതാ പറഞ്ഞിട്ട്, ഞാന് എന്താ പറയുക, ആകാശത്തെ കുത്തുന്ന പോലെയുള്ള ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നു. ഞാനിങ്ങനെ എയറിൽ ബോക്സിങ് നടത്തുന്ന പോലെ അല്ലെ, ലക്ഷ്യമില്ലാത്ത ഒരു ജീവിതമല്ല ഞാൻ ജീവിക്കുന്നത് അല്ലെ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടുമല്ല ചെയ്യുന്നത്. എനിക്ക് ദൈവത്തിലായിരിക്കണം. അതാണ് പോൾ പറയുന്നത്. ഫിലിപ്പിയർക്കത്തിലായിട്ട് അതിനെ പോൾ പറയുന്നത്, എനിക്ക് യേശുവിലായിരിക്കണം, എന്നെ യേശുവിൽ കണ്ടെത്തണം അല്ലെ. എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജീവിതമുള്ളൂ, നഷ്ടപ്പെട്ടു പോകാൻ സമ്മതിക്കത്തില്ല. ഓടുന്നവർക്ക് എല്ലാം പ്രൈസ് കിട്ടത്തില്ല, ഒരാൾക്കേ ഫസ്റ്റ് പ്രൈസ് കിട്ടത്തുള്ളൂ. അപ്പോ ആ ഫസ്റ്റ് പ്രൈസ് കിട്ടത്തക്ക രീതിയിലുള്ള ഓട്ടമായിരിക്കണം ഞാൻ ഓടുന്നത് അല്ലെ. അംഗം പൊരുതുന്നവര് എന്താ പറയാ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന, ഫുട്ബോൾ കളിക്കാണെങ്കിലും എല്ലാ ടീമിനും അവർക്ക് എന്താ പറയണേ, അവർക്ക് പ്രൈസ് കിട്ടണം എന്നുള്ള രീതിയിലുള്ള പ്രാക്ടീസ് ഒക്കെ അവർ ചെയ്യുന്നത്. ശരീരത്തേക്ക് അവർ നല്ല ഫുഡ് കഴിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് അല്ല, അങ്ങനെയൊക്കെ അവരെ തന്നെ ഒരുക്കുവാണ് പ്രൈസ് കിട്ടുന്നതിന് വേണ്ടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ അല്ലെ, ഇവര് പ്രാക്ടീസ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വാടിപ്പോകുന്ന കിരീടത്തിനാണെങ്കിൽ നമുക്ക് വാടാത്ത നിത്യജീവിതം എന്നുള്ള ആ കിരീടത്തിന് വേണ്ടിയുള്ള വർക്ക് നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ
അല്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മള് എന്താ പറയാ, തോന്നുന്ന രീതിയിൽ ഒരു ജീവൻ ജീവിക്കുന്നതിന് വേണ്ടി ഉള്ളതല്ല, യേശുവിന്റെ വഴി കൂടെ നടക്കുന്നതിന് വേണ്ടി ഉള്ളതാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഇവിടെ പോള് പറയുക, എന്താ പറയുക, എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കി വെച്ചിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, ദണ്ഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുത്തി എന്നല്ല പറയുന്നത്. തന്റെ ശരീരത്തിനെ, തന്റെ എന്താ പറയാ, ടെംപ്ടേഷനുകൾ അതൊക്കെ അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് തന്റെ ശരീരത്തെ, തന്റെ ജീവിതത്തെ അദ്ദേഹം വളരെ ചിട്ടയായിട്ട് ജീവിതം ജീവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാല്, തന്റെ മുമ്പിൽ ഒരു ഗോളുണ്ട് അല്ലെ, തനിക്ക് അത് കിട്ടിയേ പറ്റത്തുള്ളൂ. അത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോൾ വന്നിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആയിരിക്കുന്ന വ്യക്തികളായിരിക്കണം നമ്മള്. പക്ഷെ മിക്കവാറും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മളെ സംബന്ധിച്ച് സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾക്ക് നമ്മൾ രക്ഷിക്കപ്പെട്ടു, അത് വാസ്തവം എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെടുക വെച്ചാൽ സാൽവേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല, സാൽവേഷൻ അവസാനമാണ് അല്ലെ. അതിന്റെ കാര്യത്തിൽ തന്നെ പലരും തർക്കമുണ്ട്. ചിലർ പറയുന്നത് സാൽവേഷൻ ഇപ്പൊ കംപ്ലീറ്റ് ആയിരിക്കുന്നു, ഒരു പ്രാവശ്യം യേശുവിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മതി എന്നുള്ള കാര്യം പറഞ്ഞില്ല. പക്ഷെ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് അതല്ല കാണുന്നത്. യേശുവിൽ വിശ്വസിക്കുക, യെസ്, അതാണ് സാൽവേഷന്റെ അടിസ്ഥാനം. പക്ഷെ യേശുവിൽ നടക്കുന്ന വ്യക്തികളായിരിക്കണം അല്ലെ. കൊളോസ്യർക്കകത്ത് ലേഖനത്തിൽ 2-ാമത്തെ ചാപ്റ്റർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചെങ്കിൽ യേശുവിൽ റൂട്ടഡ് ആയിട്ടും ഗ്രൗണ്ടഡ് ആയിട്ടും, 6-ാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, റൂട്ടഡ് ആയിട്ടും ഗ്രൗണ്ടഡ് ആയിട്ടും യേശുവിൽ വളർന്നവരായിട്ടും ഇരിക്കുന്ന വ്യക്തികളായിരിക്കണം, അവരെ നടക്കുന്ന വ്യക്തികളായിരിക്കണം, നന്ദി നിറഞ്ഞൊരു ഹൃദയത്തോടു കൂടി അല്ലെ. അല്ലാത്ത വ്യക്തികൾക്ക് യേശുക്രിസ്തുവിൽ സ്ഥാനമില്ല. യേശുവിലായിരിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ആയിരിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യേശുവിന്റെ വചനം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികളായിരിക്കും. യേശുക്രിസ്തു തന്നെ ലോകത്തുണ്ടായിരുന്ന സമയത്ത് അല്ലെ, തന്റെ പിതാവിന്റെ കൽപ്പനയിൽ ഉറച്ചു നിന്ന വ്യക്തിയാണ് അല്ലെ. 15-ാമത്തെ ചാപ്റ്റർ ജോണിന്റെ അത് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കും, ഞാൻ എന്റെ ദൈവത്തിന്റെ സ്നേഹത്തിൽ എന്നെ തന്നെ ആക്കി വെച്ചത് എന്റെ പിതാവിന്റെ വാക്ക് കൽപ്പനകൾ കേട്ടുകൊണ്ടാണ്, അനുസരിച്ചുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയാവുമ്പോൾ നമ്മളും അങ്ങനെ ആയിരിക്കട്ടെ അല്ലെ. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതം ഇല്ലെന്ന് നമ്മൾ എപ്പോഴും ഓർക്കുക. അപ്പൊ ഒരു ഉദാഹരണമായിട്ട് ദൈവം പറയുന്നത് വെച്ചാല്, ഇസ്രായേൽ മക്കളെ പറ്റി അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്ന ഇസ്രായേൽ മക്കളെ പറ്റി പറഞ്ഞിരിക്കുക. അവര് എത്രയോ പേര്, 6 ലക്ഷത്തോളം പേര് മിസ്രൈമിൽ നിന്ന് അല്ലെ, ഈജിപ്തിൽ നിന്ന് പുറത്തു വന്നവർ 2 പേരാണ് ഈ കനാലിലേക്ക് വന്നത്. ആ ജനറേഷൻപ്പെട്ടവര് അല്ലെ, ആ ജനറേഷനിൽപ്പെട്ടവര് 2 പേരാണ് ഇസ്രായേൽ എന്താ പറയുക കനാലിലേക്ക് കയറിയത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് 10-ാമത്തെ ചാപ്റ്റർ 1-13 വരെ, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൽ കീഴിൽ ആയിരുന്നു. മേഘം എന്നുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്, അപ്പൊ നമുക്കറിയാം മേഘത്തെ പറ്റി പല സ്ഥലങ്ങൾ ബൈബിൾ വായിക്കും, പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സോളമൻ തന്റെ ടെമ്പിൾ അല്ലെ ഡെഡിക്കേറ്റ് ചെയ്ത സമയത്ത് മേഘം വന്ന് നിറയുന്നു. യേശുക്രിസ്തു തന്റെ ട്രാൻസ്ഫിഗറേഷൻ അല്ലെ, ആ മൗണ്ടനിൽ വെച്ചിട്ട് എന്താ പറയാ, അവിടെ ആ മേഘം വരുന്നു, മേഘത്തിൽ നിന്ന് സൗണ്ട് വരുന്നു, ഇതെന്റെ ബിലവഡ് ആയിട്ടുള്ള സണ്ണാണെന്ന് പറയുന്നു. അതോടുകൂടി പീറ്ററും ജെയിംസും ജോണും ഒക്കെ പേടിച്ചു പോകുന്ന കാര്യം. അങ്ങനെ മേഘം ഇവിടെ എന്ന് പറയുമ്പോൾ ഹോളി സ്പിരിറ്റ് ഗോഡിനെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കും, സഹോദരന്മാർ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൽ കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു, എല്ലാവരും മേഘത്തിനും സമുദ്രത്തിലെ സ്നാനം ഏറ്റു, മോശയോട് ചേർന്നു, എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചതും, ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിൽ ദൈവം സാധിച്ചില്ല, അവരെ ഭൂമിയിൽ തള്ളിയിട്ടു കളഞ്ഞു എന്നു നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ പറയണേ, അപ്പൊ ഇവിടെ ഈ ആദ്യത്തെ 5 വാക്ക് പറയുന്നത് ശരിക്കും പറഞ്ഞാല് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, യേശുവിലായിരിക്കുന്ന ഒരു വ്യക്തി യേശുവിലേക്ക് സ്നാനപ്പെടുന്നതിന് വഴി, ഗലാത്യർ ലേഖനത്തിലൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇനി റോമക്കെഴുതിയ ലേഖനത്തിലെ 3-ാമത്തെ ചാപ്റ്ററിൽ, സോറി 6-ാമത്തെ ചാപ്റ്ററിൽ, 3 6-ാമത്തെ ചാപ്റ്ററിൽ 1 തൊട്ട് 4 വരെയുള്ള വാക്കുകളൊക്കെ ഇങ്ങനെയൊക്കെയല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്താ പറയുന്നത്, ശരിക്കും പറയണേ 3-ഉം 4-ഉം വാക്കുകളൊക്കെ പറഞ്ഞിരിക്കും. യേശുവിലേക്ക് ബാപ്റ്റിസം എടുത്തിരിക്കുന്ന വ്യക്തികളെ പറ്റി പറഞ്ഞു. യേശുവിലേക്ക് ബാപ്റ്റിസം എടുത്തു കഴിയുമ്പോഴേക്കും പാപമെല്ലാം കഴുകിക്കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പാപമെല്ലാം പോയ ശേഷം പുതിയ ജീവിതത്തിലേക്ക് വരണം, യേശുവിൽ ഒരു പുതിയ ജീവിതത്തിൽ അല്ലെ. അതിനെപ്പറ്റിയാ പറയുന്നത്. അപ്പൊ ഗലാത്യന്റെ 3-ൽ അങ്ങനെ തന്നെ പറഞ്ഞു, യേശുവിലേക്ക് ബാപ്റ്റിസം എടുത്തിരിക്കുന്നതിന് എന്താ പറയുക, ദൈവത്തിന്റെ സൺസ് ആയിരിക്കും, ദൈവത്തിന്റെ ആൺമക്കൾ അല്ലെ, സൺസ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാ ഇവിടെ കാണിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, എല്ലാവരും 2-ാമത്തെ വാക്കുണ്ട്, എല്ലാവരും സമുദ്രത്തോടു കൂടെ കടന്നു, എല്ലാവരും മേഘത്തിന് സമുദ്രത്തിൽ സ്ഥാനമേറ്റു, മോശയോട് ചേർന്നു എന്നൊക്കെ പറയാം. മോശയോട് ചേർന്ന് പറയുമ്പോ ലോയിലേക്ക് അല്ലെ, ലോയിലേക്ക് ചേർന്നു എന്താ പറഞ്ഞു. മോശ എന്ന് പറയുമ്പോ എന്താ പറയാ, ആ വ്യക്തിയിലേക്ക് ചേർന്നു എന്നല്ല പറയുന്നത്, പക്ഷെ മോശ വഴിയാണല്ലോ
ന്യായപ്രമാണം അല്ലെ, ന്യായപ്രമാണത്തിലേക്ക് വന്നു അല്ലെ, ന്യായപ്രമാണത്തിലേക്ക് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെതായി തീർന്നു അല്ലെ, ഒരു കവനന്റ് വന്നിട്ട് ദൈവത്തിൻ്റെതായി തീർന്നു അല്ലെ. അപ്പൊ ഇവിടെ പറയാ എല്ലാവരും സമുദ്രത്തിൽ കൂടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു. അപ്പൊ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, വെള്ളത്തിലും ആത്മാവിലും സ്നാനമേറ്റു അല്ലെ. അതാണ് ശരിക്കും പറഞ്ഞ ഉദ്ദേശിച്ചത്. മേഘത്തിൽ സമുദ്രത്തില് സ്നാനം വെക്കുക, വെള്ളത്തിൽ ആത്മാവിന് സ്നാനം വെക്കും. ഉദാഹരണമല്ല, ഒരു കാര്യം കൂടെ പറയട്ടെ. മോശയോട് തന്റെ കയ്യിലിരിക്കുന്ന വടി സമുദ്രത്തിന് നേരെ, റെഡ് സീക്ക് നേരെ നീട്ടാൻ ദൈവം പറഞ്ഞിരിക്കുക. അപ്പൊ ആ വടി നീട്ടി കഴിഞ്ഞപ്പോഴേക്കും അവിടെ റെഡ് സീ പാർട്ട് ചെയ്യുക അല്ലെ, റെഡ് സീ രണ്ടാവുക ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് മോശത്തിനോട് ദൈവം ആ വടി നീട്ടാൻ പറയുന്നത്? കൈ അങ്ങ് നീട്ടാൻ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നീ അങ്ങ് പറയാൻ പറഞ്ഞ പോരായിരുന്നു. അത് ചെയ്യാൻ ദൈവം എന്തിനാണ് വടി നീട്ടാൻ പറഞ്ഞത്? തന്റെ ആ എന്താ പറയാ, കോലല്ല എന്താ താൻ നടക്കാനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റാഫ് അല്ലെ, അതെന്തിനാണ് എന്തിനാണ് അത് നീട്ടാൻ ദൈവം പറഞ്ഞത്? ഒന്ന് വിചാരിച്ചു നോക്ക്. ഇതേപോലെ തന്നെ ദൈവം വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മാറ എന്ന സ്ഥലത്ത് ഒരു വെള്ളം കൈപ്പന്നപ്പോ അതിൻ്റെ അകത്തേക്ക് ഒരു മരം ഒടിച്ചിടാനും വെട്ടിയിടാനും ദൈവം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാര്യം എന്താ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ക്രോസ് ഓഫ് കാൽവരിയെ പറ്റിയാണ് കാണിക്കുന്നത് അല്ലെ. നമ്മുടെ കൈ നീട്ടാനൊന്നും ഒരു കാര്യം നടക്കത്തില്ല. പക്ഷെ എല്ലാത്തിനുള്ള പരിഹാരം, പ്രോബ്ലത്തിനുള്ള എല്ലാത്തിനും പരിഹാരം, നമ്മളുടെ വിക്ടറി, നമ്മുടെ സക്സസ് എല്ലാം നടന്നത് എവിടെയാന്ന് വെച്ചാൽ ക്രോസ് ഓഫ് കാൽവരിയിലാണ് അല്ലെ. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നവരാ. എല്ലാത്തിന്റെയും പരിഹാരം ക്രോസ് ഓഫ് കാൽവരി ഓൾറെഡി കണ്ടു കഴിഞ്ഞു. നമ്മുടെ പ്രാർത്ഥനയല്ല നമ്മുടെ പരിഹാരം ദൈവത്തിൽ നിന്ന് കൊണ്ടുവരും. നമ്മളിപ്പോ ഏതൊരു കാര്യത്തിന് പ്രാർത്ഥിക്കുവാണെങ്കിൽ ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നമുക്കൊരു പരിഹാരം നമ്മുടെ പ്രശ്നത്തിന് കൊണ്ടുവരും. അതല്ല കാര്യം. ഇതിനൊക്കെ പ്രശ്നത്തിലുള്ള പരിഹാരം ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു. എവിടെ വെച്ചാൽ ക്രോസ് ഓഫ് കാൽവരി. മനുഷ്യവർഗത്തിന്റെ പ്രശ്നത്തിലുള്ള സകലതിന്റെ പരിഹാരം ക്രോസ് ഓഫ് കാൽവരി കണ്ടു കഴിഞ്ഞിരിക്കുന്നു ദൈവം അല്ലെ. അപ്പോ വീണുപോയിരുന്ന മനുഷ്യർ, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്താ പറയാ, പാപത്തിന്റെ വീണുപോയ അവസ്ഥയുടെയും പാട്ടായിട്ടാ അല്ലെ. ഏദൻ തോട്ടത്തില് പ്രശ്നങ്ങളില്ലായിരുന്നു. പ്രശ്നം ആടോ ഈവും കൂടെ ഉണ്ടാക്കിയതാണ്. അവര് വിശ്വാസം ഇല്ലാക്കിക്കൊണ്ട്, അവർ നേരെ ചുവ നടക്കാത്തത് കൊണ്ട് അല്ലെ. അപ്പോ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രശ്നങ്ങളില്ല. കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രശ്നത്തിന് നിൽക്കാൻ സാധിക്കത്തില്ല അല്ലെ. സൊല്യൂഷനാണ് ദൈവം എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയാകുമ്പോ ക്രോസ് ഓഫ് കാൽവരി എല്ലാത്തിനുള്ള സൊല്യൂഷൻ ദൈവം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ക്രോസ് ഓഫ് കാൽവരിയാണ് ആ മോസസിന്റെ കയ്യിൽ നിന്ന് വടിയെ കാണിക്കുന്നത്. അപ്പൊ അവിടെ നമ്മളിപ്പോ യേശുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ, ക്രോസ് ഓഫ് കാൽവരിയിൽ യേശുവിന്റെ മരണത്തിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ നമ്മൾ ബാപ്റ്റിസം എടുക്കുന്നു. വെള്ളത്തിലുള്ള ബാപ്റ്റിസം കഴിയുമ്പോഴേക്കും ചിലർക്ക് അതിനു മുമ്പേ ദൈവം എന്താ പറയണേ, ഹോളി സ്പിരിറ്റ് കൊണ്ടുള്ള ബാപ്റ്റിസം അല്ലെ, സ്പിരിറ്റില് ബാപ്റ്റിസം കൊടുക്കുന്നു. അപ്പോ അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇവര് സ്പിരിറ്റിൽ ബാപ്റ്റിസം എടുത്തവരായിരുന്നു, വെള്ളത്തിൽ ബാപ്റ്റിസം എടുത്തവരായിരുന്നു, ഒരേ ആത്മീയ ആഹാരം തിന്നവരായിരുന്നു. എന്ന് വെച്ചാല് ആത്മീയ ആഹാരം നമ്മുടെ മന്ന എന്ന് പറയുന്ന യേശുക്രിസ്തുവിന്റെ ശരീരമാണ്. അത് തിന്നവരാണ്. ആത്മീയ പാനീയം കുടിച്ചവരായിരുന്നു വെച്ചാൽ യേശുക്രിസ്തുവിന്റെ രക്തം അല്ലെ. ആത്മീയ പാനം കുടിച്ചവരായിരുന്നു. ആത്മീയ പാറയിൽ നിന്നല്ല അവർ കുടിച്ചത്, ആ പാറ ക്രിസ്തു ആയിരുന്നു. അതെല്ലാം കറക്റ്റ്, അതെല്ലാം വാസ്തവം. എല്ലാവരും ഒരേ കാര്യങ്ങൾ ചെയ്തവരും. പക്ഷെ എന്നിട്ട് പോലും എങ്കിലും അവരിൽ മിക്കവാറും പേരും ദൈവം പ്രസാദിച്ചില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഇതെല്ലാം ചെയ്തിട്ടും, ഇതിന്റെ എല്ലാത്തിന്റെയും പാട്ടായിട്ട് നിന്നിട്ട്, ഒരു കോൺഗ്രിഗേഷന്റെ പാട്ടായിട്ട് നിന്നിട്ട് പോലും പക്ഷെ പലരും വീണുപോയി. മിക്കവാറും ആൾക്കാർ വീണുപോയി. 2 പേര് മാത്രമേ കനാലിലേക്ക് എൻട്രി ചെയ്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചർച്ചിന്റെ പാട്ടായിട്ട് നിൽക്കുമ്പോൾ പോലും, ചർച്ചിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ പോലും, പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തിൽ നമ്മൾ ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ അല്ലെ, നമ്മളുടെ ഇഷ്ടത്തിന് പ്രകാരം ജീവിക്കുന്ന വ്യക്തികൾ, ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരം അല്ലാത്ത ജീവിതം ജീവിക്കുന്നെങ്കിൽ നമ്മൾ വീണു പോകുന്ന ഉദാഹരണമായിട്ട് ദൈവം പറഞ്ഞിരിക്കുന്നത്. 6ാമത്തെ വാക്കോട്ട്, ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. നമുക്ക് ഉദാഹരണമാണിത് അല്ലെ. ഈ കനാൻ ദേശത്തിലേക്ക് പുറപ്പെട്ട ഇസ്രായേൽ മക്കളുടെ ജീവിതം നമുക്കുള്ള ഒരു ഉദാഹരണമാണെന്ന് പറഞ്ഞിരിക്കുക. ഈ പറയാം, അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കാൻ തന്നെ. അവർ ദുർമോഹികളായിരുന്നു, നമ്മളും ദുർമോഹികളാകരുതെന്ന് പറയും. അപ്പൊ അതിന് ചാൻസ് ഉണ്ട്. നമ്മളിലും ചർച്ചിന്റെ പാട്ടായിട്ട് നിൽക്കുമ്പോഴും നമ്മൾക്കും ദുർമോഹികളാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ആകുന്നവരാകരുത് എന്ന് പറഞ്ഞിരിക്കുക. 7ാമത്തെ വാക്ക്, ജനം തിന്നുവാനും കുടിപ്പുവാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്നും എഴുതിയിരിക്കുന്നത് പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്തു ഒരു ദിവസത്തിൽ 23,000 പേർ വീണു പോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ചു സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്ത സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കരുത്.
ഏത് ദൃഷ്ടാന്തത്തോട് അവർക്ക് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയോപദേശത്തിനായി എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കും, അവര് വിഗ്രഹാരാധികളായിരുന്നു, വിഗ്രഹം ആരാധിക്കുന്ന വ്യക്തികളായിരുന്നു നമ്മള്. അല്ല, അവര് സെക്ഷലി മോറൽ ആയിരുന്നു, അല്ലെ? പരസംഗം, അപ്പൊ സെക്ഷലി ഇമ്മോറൽ ആയിരുന്നു. അങ്ങനെയുള്ള വ്യക്തികളാകരുത്. ദൈവത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പുറപ്പെടുത്തുകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു, ദൈവത്തിനെ പരീക്ഷിച്ചുകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു, അല്ലെ? അവര് തലങ്ങും വിലങ്ങും അവര് മോശത്തിന്റെ കുറ്റം പറയുമായിരുന്നു. ദൈവം എന്തിനാണ് ഞങ്ങളെ ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്ന്, അവിടെ എങ്ങാനും ഈജിപ്തിൽ കിടന്ന് മരിച്ചാൽ മതിയായിരുന്നു, അവിടെ ആവശ്യത്തിന് ഭക്ഷണം ഉണ്ടായിരുന്നു, ഇവിടെ അതില്ല, ഞങ്ങൾക്ക് ഇറച്ചിയില്ല, അതില്ല ഇതില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വെള്ളം കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് അവര് എന്നും ദൈവത്തിന് കംപ്ലൈന്റ് ആയിട്ട് ജീവിക്കുന്ന വ്യക്തികളാണ്. അങ്ങനെ ജീവിക്കുന്ന വ്യക്തികളാകരുത് എന്ന് ദൈവം പറഞ്ഞിരിക്കുക. ഇനി ഇവര് ചെയ്തതല്ല നമുക്ക് ദൃഷ്ടാന്തങ്ങളായിരിക്കണം, നമ്മൾക്ക് ഉള്ള ഉദാഹരണങ്ങളായിരിക്കണം എന്ന് പറയാ. 12ാമത്തെ വാക്കോട്ട് പറയാം, ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവർ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. നമ്മൾ നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നുമെങ്കിൽ നമ്മൾ നിർത്തുന്നവൻ ദൈവമാണ്, അല്ലെ? നമ്മൾ സ്വന്തമായിട്ട് നിൽക്കുന്നതല്ല. ഞാൻ നിൽക്കുന്നു, ഞാൻ വലിയവനാണ്, എനിക്ക് കുഴപ്പമില്ല എന്ന് വിചാരിക്കുവാണെങ്കിൽ, നമുക്ക് തോന്നുവാണെങ്കിൽ വീണ് പോകാതിരിക്കാൻ നോക്കുക എന്നാ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യർക്ക് നടപ്പല്ലാത്ത 13ാമത്തെ നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. അപ്പൊ എങ്ങനെ പറഞ്ഞേക്കുന്നത്, നമ്മൾക്ക് പരീക്ഷകൾ ഉണ്ടാകും, നമുക്ക് പരീക്ഷണങ്ങൾ, ശരിക്കും പറഞ്ഞാല് ടെംപ്റ്റേഷൻസ്, അല്ലെ? ടെംപ്റ്റേഷൻസ്, പലതരത്തിലുള്ള ടെംപ്റ്റേഷൻ ഉണ്ട്. നമ്മുടെ ജഡത്തിൻ്റെതായിട്ടുള്ള ടെംപ്റ്റേഷൻ, പിശാച് കൊണ്ട് ടെംപ്റ്റേഷൻ, അല്ലെ? അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള ടെംപ്റ്റേഷൻ ഉണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ തന്നെ അതിനെല്ലാം ഓവർകം ചെയ്യാനുള്ള കൃപ നമുക്ക് ദൈവം തരുമെന്ന് പറഞ്ഞിരിക്കും. ഇവിടെ ഇസ്രായേൽ മക്കൾക്ക് പറ്റിപ്പോയതെന്ന് വെച്ചാൽ അവരുടെ ജഡത്തിന്റെ അവരുടെ കാണൽ നേച്ചറിൽ അനുസരിച്ച് അവർ ജീവിച്ച വ്യക്തികളായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് വീണു പോയവരായിരുന്നു. അപ്പൊ അങ്ങനെ വീണു പോകുന്ന വ്യക്തികളാകരുത് എന്ന് പറഞ്ഞിരിക്കും. അല്ല, നമ്മൾക്ക് ദൈവത്തിന്റെ ചർച്ചിന്റെ പാട്ടായിട്ട്, ദൈവത്തിന്റെ ബോഡിയുടെ പാട്ടായിട്ട് നിന്നുകൊണ്ട് നമുക്ക് വീണു പോകാൻ സാധിക്കും. അത് തന്നെയാണ് ഇസ്രായേൽ മക്കൾക്ക് പറ്റിയിരിക്കുന്നത്, അല്ലെ? അപ്പൊ ദൈവം നമ്മോട് പറഞ്ഞിരിക്കും, അങ്ങനെ വീണു പോകുന്ന വ്യക്തികളായിരിക്കും. നമ്മളെ ഒന്നിനും തന്നെ ബന്ധനത്തിലാക്കി നിർത്താൻ സാധിക്കരുത്. നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തിനും പിശാചിനും ഒരേ സ്വഭാവം ഉള്ളത്, രണ്ടും ദൈവമായിട്ട് ഒരു വിധത്തിലും ഒരു അടുപ്പമില്ല. ഇപ്പൊ ജഡത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മനസ്സെന്ന് പറഞ്ഞാൽ അത് മരണമാണ്. പക്ഷെ ആത്മാവിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന മനസ്സെന്ന് പറഞ്ഞാല് ആത്മാവിനാൽ കൺട്രോൾ ചെയ്യപ്പെട്ടിരിക്കുന്ന, ഹോളി സ്പിരിറ്റ് ഗോഡിനെ കൺട്രോൾ ചെയ്യപ്പെട്ടിരുന്ന മനസ്സെന്ന് പറഞ്ഞാൽ ജീവനാണ്, അത് സമാധാനമാണ്, അല്ലെ? 8ാമത്തെ ചാപ്റ്റർ റോമക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പൊ ആ ജീവനും സമാധാനത്തിനുമായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കണം, ദൈവത്തിന്റെ കീഴിലായിരിക്കണം, ദൈവത്തിന്റെ ചിറകിൻ കീഴിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന വ്യക്തികളായിരിക്കണം, അല്ലെ? ജഡത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ നടക്കുന്ന വ്യക്തികളായിരിക്കരുത്. ഇവരിങ്ങനെയായിരുന്നു, ഇസ്രായേൽ മക്കൾ അങ്ങനെ. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോയി അവരുടെ ജീവിതം. പക്ഷെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ നമുക്ക് സമയമില്ല. അതാ ദൈവം പറഞ്ഞിരിക്കുന്നത്, നമ്മൾക്ക് എന്താ പറയാ, നേടാൻ ഒരുപാടാണ്. നേടാൻ ദൈവം യേശു തന്നെയാണ് നമുക്കുള്ള റിവാർഡ്. ഏറ്റവും വലിയ റിവാർഡ് എന്ന് പറഞ്ഞാൽ ബ്ലെസ്സിംഗ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു തന്നെയാണ്, അല്ലെ? അപ്പൊ പോൾ പറയും, ഞാൻ എന്റെ ജീവിതം ഞാൻ വെറുതെ നശിപ്പിച്ചു കളയാൻ വേണ്ടിയല്ല ജീവിക്കുന്നത്, അല്ലെ? അപ്പൊ മനസ്സിലാക്കി ജീവിക്കുക. അറിവില്ലാതെ നമ്മൾ പലരും നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പൊ മനസ്സിലാക്കി ജീവിക്കുക. ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ ആയിട്ടുള്ളത്, അല്ലെ? ജീവിതത്തിലും എന്താ പറയാ, ഭക്തിക്കുമായിട്ടുള്ള സകല ദൈവം നമുക്ക് തന്നിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത് 2ാമത്തെ പീറ്ററിന്റെ ദൈവം എഴുതിയിരിക്കുന്നത് 1ാമത്തെ ചാപ്റ്ററിൽ, അല്ലെ? അപ്പൊ നമുക്ക് സകലതും ദൈവം തന്നിരിക്കുക. നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള അറിവനുസരിച്ച് നമ്മളങ്ങ് ജീവിച്ചാൽ മാത്രമേ, വളരെ സിമ്പിൾ ആണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കരുത്, അല്ലെ? അതാ ദൈവം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഗ്രേസ്, ദൈവത്തിന്റെ ആ കൃപ നമ്മുടെ ഉള്ളിലേക്ക് ഭയങ്കരമായിട്ട് നമുക്ക് തന്നിരിക്കും. ദൈവത്തിന്റെ കൃപ വളരെയധികം കിട്ടിയ വ്യക്തികളാണ് നമ്മൾ. യേശുക്രിസ്തു വഴിയാണ് കൃപ വന്നിരിക്കുന്നത്. പക്ഷെ കൃപ കിട്ടിയിരിക്കുന്നത് നമുക്ക് തോന്നുന്ന പോലെ ജീവിക്കാനല്ല. അത് മനസ്സിലായി. കൃപ ദൈവം തന്നിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയാണ്. അത് എപ്പോഴും ഓർത്തിരിക്കുക. കൃപ കിട്ടിയിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നത്. യേശുവിന്റെ എന്താ പറയുക, കിങ്ഡത്തിന്റെ പാട്ടായി നിൽക്കുന്നതിനുണ്ട്. യേശുവിന്റെ കിങ്ഡത്തിന് പാട്ടായി നിൽക്കുന്നതിന് കൃപയുടെ ആവശ്യമുണ്ട്, അല്ലെ? യേശുവിനെ ഫോളോ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് തോന്നുന്ന പോലെ ജീവിക്കാൻ സാധിക്കത്തില്ല. യേശു ഒരു രാജാവാണ്. രാജാവിന് താല്പര്യമുള്ള രീതിയിൽ മാത്രമേ ജീവിക്കാവുള്ളൂ. നമ്മൾ മിക്കവാറും തന്നെ ആൾക്കാർ പറഞ്ഞു വെക്കുന്ന കാര്യമാണ്, നമ്മളിപ്പോ ന്യായപ്രമാണത്തിന് കീഴിലല്ല. അതെ, ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല വന്നിരിക്കുന്നത്. പക്ഷെ യേശുക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ ന്യായപ്രമാണം പിന്നെ ആര് പാലിക്കും? ഒന്ന് വിചാരിച്ചു നോക്ക്.
ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല നമ്മൾ വന്നിരിക്കുന്നത്. പക്ഷെ യേശു ഒരു രാജാവാണല്ലോ. അപ്പൊ യേശു രാജാവാണെങ്കിൽ രാജ്യത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രമാണങ്ങൾ ഉണ്ടാവുമല്ലോ. അതിൻ്റെതായിട്ടുള്ള റൂളുകളും റെഗുലേഷൻസ് ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ഒരു റൂളും റെഗുലേഷൻ ഇല്ലാത്ത ഒരു രാജ്യമാണ് യേശുവിന്റെ രാജ്യം. അതല്ല അല്ലെ. നമ്മളിപ്പം മത്തായിന്റെ 5, 6, 7 ചാപ്റ്ററൊക്കെ ഒന്ന് വായിച്ചു നോക്കുക അല്ലെ. ഈ എപ്പിസൽസ് മൊത്തം ദൈവം തന്നിരിക്കുന്ന ഈ പോളും പീറ്ററൊക്കെ വഴി എഴുതി വെച്ചിരിക്കുന്ന അതെല്ലാം ആർക്ക് തന്നിരിക്കുന്നതെന്ന് വെച്ചുകൊണ്ട് നമുക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വാഷ് ചെയ്യപ്പെട്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്ന കാര്യമാണ്. അതൊന്നും ഫോളോ ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ ഗ്രേസ് കിട്ടിയിരിക്കുന്നത്, കൃപ കിട്ടിയിരിക്കുന്നത് എനിക്ക് എൻ്റെ രീതിയിൽ ജീവിക്കാൻ വേണ്ടിയാണെന്ന് പറയുവാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ നശിച്ചു പോവുക തന്നെ ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളാകരുത്. എന്നാൽ പിതാവ് നമ്മളെ പറ്റി പറഞ്ഞിരിക്കുന്ന അവസാനം വരെ പിടിച്ചു നിൽക്കുന്ന വ്യക്തികൾ മാത്രമേ ഉള്ളൂ എന്താ രക്ഷിക്കപ്പെടുത്തോളം ദൈവം പറഞ്ഞിരിക്കുന്നത്. രക്ഷ തീർന്നിട്ടില്ല. രക്ഷ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും. ഓരോ ദിവസം തോറും നമ്മുടെ ആത്മാവ് നമ്മുടെ പ്രാണൻ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ആത്മാവ് സ്പിരിറ്റ് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പുതിയ സ്പിരിറ്റായി തീർന്നിരിക്കുന്നു. പക്ഷെ നമ്മുടെ പ്രാണൻ ഓരോ ദിവസം, നമ്മുടെ സോള് ഓരോ ദിവസം ചെല്ലുന്തോറും പുതുക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് പറഞ്ഞിരിക്കുക സോളിന്റെ പാട്ടാണ് മനസ്സ്. മനസ്സ് പുതുക്കുന്ന വ്യക്തികളായിരിക്കണമെന്ന് 12ാമത്തെ ചാപ്റ്ററിൽ റോമർക്കെതിരെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പുതുക്കി പുതുക്കി യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. എങ്കിൽ മാത്രമേ നമുക്ക് ജീവനുള്ളൂ, നമുക്ക് ജീവിതമുള്ളൂ. അപ്പൊ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളൂ. നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ജീവിതം മാത്രമേ ഉള്ളൂ അല്ലെ. അതിനെപ്പറ്റി എനിക്ക് പറയാം. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. കഥാ സമയത്ത് നന്ദി പറയുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. പ്രേസ് ആൻഡ് വർഷിപ്പ് മാസ്റ്റർ കർത്താവേ. അങ്ങയുടെ വചനത്തെ നന്ദി പറയുന്നു കർത്താവേ. എത്രമാത്രം പറഞ്ഞാലും മതിയാകത്തില്ല അങ്ങയുടെ വചനം. എത്രമാത്രം പഠിച്ചാലും മതിയാകത്തില്ല അങ്ങയുടെ വചനം. താങ്ക് യു ജീസസ് മാസ്റ്റർ. നഷ്ടപ്പെട്ട് പോകാനുള്ള ജീവിതം അല്ലല്ലോ കർത്താവ്. ഞങ്ങൾ അങ്ങയിലായിരിക്കട്ടെ കർത്താവ്. അങ്ങയിൽ ഫൈൻഡ് ചെയ്യപ്പെടുന്ന വ്യക്തിയായിക്കട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. ഞങ്ങളുടെ ജഡത്തിന്റെ സ്വഭാവത്തിൽ ജീവിച്ചു പോകാതെ കർത്താവ് ആത്മാവിൽ ജീവിക്കുന്ന വ്യക്തികളായിരിക്കട്ടെ. ആത്മാവിൽ ജീവിക്കുന്നതിന് വേണ്ടിയാ അങ്ങ് ഞങ്ങളെ വിളിച്ചിരിക്കുന്ന യേശുവിൻ നാമത്തിൽ. താങ്ക് യു ജീസസ് മാസ്റ്റർ. പ്രേസ് യു ഹോളി യേശുവിൻ നാമത്തിൽ. ഇത് കേട്ട നന്ദി ദൈവത്തെ മാത്രം.